ഇമോഷണലി ഉള്ളൊരു പടമാണ്. എല്ലാവരും കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ എവിടെയെങ്കിലുമൊക്കെ ടച്ച് ചെയ്യും എന്തായാലും. ടീമായിട്ട് ഭയങ്കര സന്തോഷമായി. നമ്മൾ കയറി കണ്ടപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് പറയുന്നത്. ഭയങ്കര സന്തോഷം. പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും എന്തായാലും ഒരു ഇമോഷണലി എവിടെയെങ്കിലും ഒരു കണക്റ്റ് ആവുന്ന പടമായിരിക്കും. പിന്നെ ഞങ്ങളെല്ലാം പുതിയ ആൾക്കാരാണ്, കുറച്ച് പ്രോത്സാഹനവും എല്ലാം അനുഗ്രഹമൊക്കെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വരിക, കാണുക. നല്ലൊരു ഓഫ് ബീറ്റ് മൂവി, കലാബോലിയുള്ള ഫിലിം. 48 ഫിലിം ഫെസ്റ്റിവൽ പോയ ഫിലിമാണ്. ഒരുപാട് നാളെ ഞാൻ കേൾക്കുന്ന പടമാണ്. വുമൺ എംപവർമെൻ്റ് ഉണ്ട്. നല്ലൊരു അൺകൺവെൻഷണൽ മൂവിയാണ്. ഇങ്ങനത്തെ ചെറിയ കണ്ടൻറ്റുള്ള ഇങ്ങനത്തെ ചെറിയ മൂവീസാണ് എൻകറേജ് ചെയ്യേണ്ടത്. ആ സ്ത്രീ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മെയിൻ റോൾ ചെയ്ത ആളാണ്. ആ മെയിൻ റോൾ ചെയ്താണ്. അവർക്ക് ഭാവിയിൽ ഒരു ശബാന ആസ്മി അല്ലെങ്കിൽ സ്മിത പട്ടേൽ പോലെ ഒരു ആർട്ട് ഫിലിം ആക്ട്രസ്സായി മാറാൻ പറ്റും. നല്ല മൂവിയാണ്. ഇങ്ങനത്തെ ചെറിയ മൂവീസ് എൻകറേജ് ചെയ്യുക. എല്ലാവരും തിയേറ്റർ പോയി കാണുക. ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽ പോയ മൂവിയാണ്. നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. ആക്ച്വലി ഞാൻ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. ഇത് ആക്സിഡൻ്റലി സംഭവിച്ചതാണ്. പക്ഷേ ഇപ്പം ഞാൻ വളരെയേറെ പ്രൗഡാണ്. ഇത്രയും സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റ് എനിക്ക് സിനിമയാക്കാൻ സാധിച്ചു എന്നുള്ളത്. നിങ്ങളെല്ലാവരും കണ്ടാൽ മാത്രമേ ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തുള്ളൂ. എനിക്ക് നമ്മളെപ്പോഴും പല കാര്യങ്ങൾ ഫേസ് ചെയ്ത ആളുകളെ ഇര എന്ന രീതിയിൽ മുദ്രകുത്തി അവർക്ക് വേണ്ടി തുടക്കത്തിൽ മീഡിയ ആയാലും മനുഷ്യരായാലും എല്ലാവരും സംസാരിക്കും. പക്ഷേ ഇവർക്കൊരു അപ്പുറത്തെ അവർ പേറുന്ന ഒരു അതെന്താ അതിന് പേരെനിക്കറിയില്ല, അതുണ്ട്. ഞാനും ഇങ്ങനെ ഒരു ഫേസിലൂടെ കടന്നു പോയ ആളാണ്. അപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ ന്യൂസോ കേസോ ഒന്നുമല്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് നിറങ്ങളുണ്ടായിരിക്കും. ആ നിറങ്ങളെല്ലാം കൂടി ഒരൊറ്റ നിറയായി മാറുന്നൊരു ദിവസം അത് നിങ്ങളുടെ വീട്ടിലും എൻ്റെ വീട്ടിലും ഓരോ നിമിഷവും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളറിയുന്നില്ല. നമ്മളിപ്പോൾ എവിടെയാണ്, നമ്മുടെ വീട്ടിലുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു നമ്മളറിയുന്നില്ല. പക്ഷെ ഇത് കഴിഞ്ഞ് പല രീതിയിൽ പല സപ്പോർട്ടുകളൊക്കെ വരുമായിരിക്കും. പക്ഷെ ഒരിക്കലും ഞാൻ പറയുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മരണം വരെ അല്ലെങ്കിൽ ഏത് ഏജിലും അത് നമ്മളെ വിട്ടുപോവില്ല. വൺസ് നമ്മളതിൻ്റെ ഇരയായി കഴിഞ്ഞാൽ എന്നും ഇരയാണ്. അത് ഞാനൊരു ഓഡിയനായിട്ടിരുന്ന് സിനിമ കണ്ടപ്പം എനിക്ക് എൻ്റെ സിനിമ ആയതുകൊണ്ടല്ല, ആ പലതും നമ്മളെ ഹോണ്ട് ചെയ്തിരിക്കും. ചില ശബ്ദങ്ങൾ, ചില നോട്ടങ്ങൾ, ഇതിനൊക്കെ മനസ്സിൽ നിന്ന് മൊത്തത്തിൽ വാനിഷ് ചെയ്ത് വേറൊരാളാവാൻ ലൈഫിൽ ഒരിക്കലും ഒരാൾക്കും സാധിക്കില്ല. അപ്പം സപ്പോർട്ട് എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് മാത്രമാണ്. നമ്മുടെ ഉള്ളിൽ കയറി അപ്പുറത്തേക്ക് ഒരു മാറ്റം വരുത്താനൊന്നും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇന്ന് എൻ്റെ ഏജിൽ ആർക്കും അല്ലെങ്കിൽ എൻ്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഫേസ് ചെയ്തവർ അതിൻ്റെ ഭാരവും പേറി ലൈഫ് ലോങ് പോവുമായിരുന്നു. ഇന്ന് നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ സ്കൂളുകളും ഒക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ ഒരു സപ്പോർട്ടിന്, ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഏത് ഏജിലും ആണിനും പെണ്ണിനും ഒക്കെ സംഭവിക്കാം. പക്ഷേ ആ സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മളിതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഇപ്പോഴും കൂടി വരികയാണ്, ഒരിക്കലും കുറയുന്നില്ല. ഓക്കെ, ഒരു ചൈൽഡ് അബ്യൂസോ ഒരു അബ്യൂസ് മാത്രമല്ല, അതുണ്ടാക്കുന്ന ഒരു ട്രോമ നമ്മുടെ ലൈഫിന് അത് കൊണ്ടുവന്ന ഒരു മാറ്റം.
നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. സോ അത്യാവശ്യമാണ് മെസ്സേജാണ്. സോ സ്ത്രീകളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെ കൊള്ളങ്ങളായിട്ട് നടക്കുന്ന സംഭവമല്ലേ. സോ അതിനായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ ആയതുകൊണ്ട് മസ്റ്റ് വാച്ചബിൾ മൂവിയാണ്. സോ എങ്ങനെയാണ് ഇന്നത്തെ കുട്ടികളും പെൺകുട്ടികളും സോ അഡൾട്ട് വുമൻസും എങ്ങനെയാണ് ഹറാസിന് കൊണ്ടിടം മാനസിക അവർ എന്താണ് ട്രോമകളൊക്കെ ചെല്ലുന്നുണ്ട് ഒരു കണ്ടൻ്റായിട്ടുള്ളത് കൊണ്ട് സോ നല്ല കണ്ടൻ്റുള്ള സിനിമയാണ്. സോ താങ്ക്സ് ടു മൈ ഡയറക്ടർ. സോ ഇതൊരു ചെറിയ വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു വേഷം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. ബട്ട് ഇറ്റ്സ് എ ട്രോമ ഫോർ മീ ആൾസോ ബിക്കോസ് ഓഫ് ചെറിയ കുട്ടിയെ ഇങ്ങനെ ആകുമ്പോൾ. ബട്ട് ഹാപ്പിയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു മെസ്സേജുള്ള പടം ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. ശരിക്കും ഞാൻ സിനിമോട്ടോഗ്രാഫറാണ്. സോ ബിഹൈൻഡ് ക്യാമറ ടു ഫ്രണ്ട് ക്യാമറ ആകുമ്പോൾ ആർട്ടിസ്റ്റിൻ്റെ അവസ്ഥ മനസ്സിലായി. നമ്മൾ ക്യാമറയുടെ പുറകെ ഉള്ളപ്പോൾ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യും. സോ ഇപ്പം നമ്മൾ ആക്ടറായി നിൽക്കുമ്പോഴാണ് അവരോട് മാനസിക അവസ്ഥകൾ മനസ്സിലായി. സോ അതൊക്കെ പഠിക്കാൻ പറ്റിയ സിറ്റുവേഷൻ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സോ ധന്യ പ്രൊഡ്യൂസറും ആക്ട്രസ് ഹീറോയിനും. സോ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് സിനിമ ആൾസോ. സോ എല്ലാവരും കാണണം, അത്യാവശ്യം കാണണം. കുട്ടികൾക്ക് കുറച്ച് കോൺഫിഡൻസ് നമ്മൾ കൊടുക്കണം. സോ നിങ്ങളെപ്പോൾ പെൺകുട്ടികൾ ഇന്നും കോൺഫിഡൻസ് ആയി നിൽക്കണം. ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ എങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യണമെന്ന് കൂടെ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. സോ പേരൻസ് മസ്റ്റ് ബി ലേൺ. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക് ഇങ്ങനെ സമൂഹത്തിൽ എങ്ങനെയാണ് സിറ്റുവേഷൻ ഉള്ളത്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അതിനുവേണ്ടി പേടിക്കാനോ ഒരു വല്ലാതെ ട്രോമകളൊക്കെ ചെല്ലാനോ ഇല്ലാതെ അവർക്ക് പേരൻസ് മസ്റ്റ് ബി സപ്പോർട്ടഡ് ഫോർ എ ഗേൾ ചൈൽഡ് ആൻഡ് വുമൻസ്. സോ അതാണ് പറയാനുള്ളത്. എല്ലാവരും ആവശ്യം തിയേറ്ററിൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. പടം ഞാൻ നേരത്തെ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ എപ്പോൾ കണ്ടാലും അത് ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആവും. ഇനിയിപ്പം ഓഡിയൻസാണ്, അവരാണ് കണ്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കേണ്ടത്. ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പടം കാണണം, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കണം. സന്തോഷം പറയണ്ട. താങ്ക് യു.